ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 8. അവരുടെ മുന്നിലേക്ക് കാപ്പി ഗ്ലാസുകൾ എടുത്തു വെച്ചതിന് ശേഷം, നല്ല ചൂടുള്ള ഉള്ളിപ്പക്ക അവിടെയുണ്ട്, കുറച്ച് എത്താലോ സാറേ? മൂസാക്കാന്റെ ചോദ്യം കേട്ട് കാർത്തിക് മീരയെയും മീനുവിനെയും നോക്കി. അവർ രണ്ടുപേരും സമ്മതമെന്നോണം തലയാട്ടി. എന്നാ കുറച്ചെടുത്തോ മൂസാക്ക, കാർത്തിക് പറഞ്ഞു. ആവി പാറുന്ന കാപ്പിയെടുത്ത് അവർ 3 പേരും കുടിച്ചു തുടങ്ങി. വാവ്, ചേച്ചി അടിപൊളിയല്ലേ? ആദ്യത്തെ കവിൽ കാപ്പി കുടിച്ചിറക്കിയതും മീനു പറഞ്ഞു. കൊള്ളാലോ, ഒരു പ്രത്യേക ഫ്ലേവർ അല്ലേ? മീരയും പറഞ്ഞു. സാർ ഇവിടെ വന്നിട്ട് എത്ര നാളായി? മീനു സംശയത്തോടെ ചോദിച്ചു. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്നത്തേക്ക് 25 ദിവസമാകുന്നു. ജനിച്ച് വളർന്ന സ്വന്തം നാട്ടിൽ ഇത്രയും രുചിയുള്ള കോഫി കുടിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ലജ്ജാവഹം അല്ലേ ചേച്ചി? അത് കേട്ട് കാർത്തിക് ചിരിച്ചുകൊണ്ട്, അതിനങ്ങ് കോട്ടയത്ത് എന്ന ആള് വരേണ്ടി വന്നു അല്ലേ? അത് ശരിയാ, മീര പറഞ്ഞു. അപ്പോഴേക്കും മൂസാക്ക ചൂടോടെ ഉള്ളിപ്പക്കാവട അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. കൊതിപ്പിക്കുന്ന മണത്തോടെ പക്കാവട മുന്നിലിരിക്കുന്നത് കണ്ട് കൊതിയെടുക്കാനാകാതെ മീനു വേഗം അതിലൊന്ന് എടുത്ത് വായിലിട്ടു. എങ്ങനെയുണ്ട് മോളെ, കൊള്ളാമോ? മൂസാക്ക ചോദിച്ചു. ചൂട് കാരണം മീനുവിനൊന്നും പറയാൻ കഴിയാതെ കൈകൊണ്ട് അവൾ അടിപൊളി എന്ന് ആംഗ്യം കാണിച്ചു. മീരയും കാർത്തിക്കും അതിൽ നിന്ന് ഓരോന്നെടുത്ത് വായിലിട്ടു. ഒരു രക്ഷയുമില്ലല്ലോ മൂസാക്ക. വായിലെ പക്കാവട കഴിഞ്ഞതും മീനു പറഞ്ഞു. മീനു പറഞ്ഞത് കേട്ട് മൂസാക്കയ്ക്ക് സന്തോഷമായി. മൂസാക്ക, 2 ഉണ്ടംപൊരി എന്നപ്പുറത്ത് നിന്നും വിളിച്ചു പറയുന്നത് കേട്ട്, എന്നാ നിങ്ങൾ കഴിക്കി, ഞാൻ അവർക്ക് വേണത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മൂസാക്ക അങ്ങോട്ട് പോയി. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മീനു ചോദിച്ചു. അമ്മയും ഞാനും പിന്നൊരു ചേച്ചിയുണ്ട്. അവൾ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിനൊപ്പം അമേരിക്കയിലാണ്. അച്ഛനോ? മീനു ഉത്കണ്ഠയോടെ ചോദിച്ചു. അച്ഛൻ മരിച്ചു, അറ്റാക്കായിരുന്നു. അച്ഛനും കോളേജ് അധ്യാപകനായിരുന്നു. ഞാനപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ അച്ഛൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നിടയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിരുന്നു. വിഷമത്തോടെ കാർത്തിക് അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവർ മൂവരും നിശബ്ദരായി. തിരക്ക് കൂടി വരുന്നു. വന്നവരുടെ ബഹളത്തിൽ മൂസാക്കാന്റെ പാട്ടുപെട്ടി നിന്ന് വരുന്ന മധുരമായ ശബ്ദങ്ങൾ മുങ്ങിപ്പോയി. പാട്ട് നേരെ കേൾക്കാൻ പറ്റുന്നില്ല. മീര പറഞ്ഞു. ഇപ്പൊ തിരക്ക് കൂടിയില്ലേ, രാവിലെ വരണം. നേരിയൊരു തണുപ്പും ചൂട് ചായയും ചൂട് കടിയും പിന്നെ മധുരമായ പാട്ടുകളും. ഹോ, ഒരു രക്ഷയും ഉണ്ടാകില്ല. കാർത്തിക് മനസ്സിൽ അതെല്ലാം ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു. സത്യമായിട്ടും സാർ 25 ദിവസം ആയിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്? എനിക്ക് വിശ്വാസം വരുന്നില്ല. ചായക്കടക്കാരനായിട്ടും ഇത്ര പരിചയം? മീനു വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട് കാർത്തിക് ഒന്ന് ചിരിച്ചു. എന്നിട്ട്, പരിചയത്തിന് അങ്ങനെ ഒരുപാട് കാലത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പം മീരയെ ഞാൻ പരിചയപ്പെട്ടതും അങ്ങനെ തന്നെയല്ലേ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ. ചേച്ചി സാറിനെ പരിചയപ്പെട്ടത് വളരെ നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചായക്കടയിൽ കയറുമെന്ന് തോന്നുന്നില്ല. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ മീര ബെഞ്ചിൽ നിന്നിട്ട് ചിത്രങ്ങൾ വരച്ചിട്ട് ചുമരുകളുടെ അടുത്തേക്ക് ചെന്നു. ജീവൻ തുളുമ്പുന്ന ആ ചിത്രങ്ങളിലൂടെ മീരയുടെ കൈവിരലുകൾ പാഞ്ഞു. ചേച്ചി ഇവിടെ കൂടുതൽ തോന്നുന്നു. മീരയെ നോക്കിക്കൊണ്ട് മീനു കാർത്തിക്കിനോട് പറഞ്ഞു. അയ്യോ, മൂസാക്കാക്ക് പണിയുണ്ടാക്കില്ലേ, പാവം ജീവിച്ചു പൊയ്ക്കോട്ടെ. കാർത്തിക് പറഞ്ഞത് കേട്ട് മീനു പൊട്ടിച്ചിരിച്ചു. അപ്പോഴും മീരയുടെ കണ്ണുകൾ ആ ചായക്കടയുടെ ഓരോ മുക്കും മൂലയും പരതുകയായിരുന്നു. കാലപ്പഴക്കം ചെന്ന സമാവർ ഒരു വികാരം തന്നെയാണ്. വീശിയടിക്കുന്ന സ്ട്രോങ് ചായയിലേക്ക് നോക്കി മീര ചിന്തിച്ചു. ചേച്ചിയുടെ പുസ്തകങ്ങൾ സാറിന് എന്തിനായിരുന്നു? കോളേജിലെ ആനുവൽ ഡേക്ക് വേണ്ടി ഒരു നാടകം എഴുതാനായിരുന്നു. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ബുക്കിലെ വിത്തിൻ ദ ഡെപ്ത്സ് ഓഫ് ദ സോൾ എന്നൊരു പാഠഭാഗമില്ലേ, അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു നാടകം ചെയ്യാനായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണോ ചെയ്യുന്നത്? ഹേയ്, കുട്ടികളൊന്നുമല്ല, ഇത് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് മാത്രം. ഞാൻ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു ഇതിൻ്റെ ഡിസ്കഷൻ. കറക്റ്റ് ആ ദിവസം തന്നെ ഞാൻ വന്ന് പെടുകയും ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുത്ത് എനിക്ക് കിട്ടുകയും ചെയ്തു. അടിപൊളി. PKS കോളേജിൽ എപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാകും. കഴിഞ്ഞ വർഷം തിരുവാതിരയായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പോയിരുന്നു. അവളുടെ ചേച്ചി അവിടെയാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ആനുവൽ ഡേ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും നല്ല ട്രീറ്റ് ഒരുക്കിയ സാറിൻ്റെ നാടകം ഒരു ഹിറ്റാവട്ടെ. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് മീനു കാർത്തിക്കിന് നേരെ കൈ നീട്ടി. തിരിച്ച് കാർത്തിക് മീനുവിന് കൈ കൊടുത്തുകൊണ്ട്, താങ്ക് യു മീനു. എന്താണ് ഒരു കൈ കൊടുക്കലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മീര അവിടേക്ക് വന്നു. സാർ എഴുതിയ നാടകം വമ്പൻ ഹിറ്റാകട്ടെ എന്ന് പറഞ്ഞതാണ്, മീനു പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? മീര മീനുവിനോട് ചോദിച്ചു. സമയം എത്രയായി എന്ന് പറഞ്ഞുകൊണ്ട് മീനു വാച്ചിലേക്ക് നോക്കി.
അയ്യോ, സമയം പോയതറിഞ്ഞില്ല. നാളെ എനിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് പോകാം ചേച്ചി, മീനു പറഞ്ഞു. എന്നിട്ട് കാർത്തികിനെ നോക്കിക്കൊണ്ട്, ആദ്യം എനിക്ക് സാറിനോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സാറിൻ്റെ കോളേജിലല്ലെങ്കിലും പഠിക്കുന്ന പിള്ളേർക്ക് ടീച്ചേഴ്സിനെ കണ്ടുകൂടല്ലോ. പക്ഷേ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സാർ നൈസാണ് കേട്ടോ. ഒത്തിരി സന്തോഷം സാറേ. ആഹാ, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻ്റ് അല്ലെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടതിൽ എനിക്കും സന്തോഷം. നമുക്കിനിയും കാണണം കേട്ടോ. ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ മതി, ഞങ്ങൾ തീർച്ചയായും വരും, മീനു പറഞ്ഞു. പിന്നെ സാറിന് വേറെ പണിയില്ലാലോ, നീ വെറുതെ കിന്നാരം പറയാതെ വാ, നമുക്ക് പോകാം. അതിനെന്താ, നമുക്ക് വീണ്ടും കാണാലോ. എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഇല്ലാലോ. നിങ്ങളിങ്ങനെ എന്നോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എനിക്കും സന്തോഷമല്ലേ. നമുക്ക് തീർച്ചയായും ഇനിയും കാണാം മീനു, കാർത്തിക് പറഞ്ഞു. ഓക്കെ സർ, ഡൺ, മീനു പറഞ്ഞു. എന്നാൽ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് അവർ മൂവരും ബെഞ്ചിൽ നിന്ന് എണീറ്റതും മൂസാക്ക അങ്ങോട്ടേക്ക് ഓടി വന്നു. ഇനി എന്തെങ്കിലും വേണോ സാറേ? ഒന്നും വേണ്ട മൂസാക്ക, ഞങ്ങൾ ഇറങ്ങട്ടെ, കാർത്തിക് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് മീരയെ നോക്കി, ടീച്ചറെ ഇനി ഇങ്ങോട്ട് ഇടയ്ക്ക് വരണേ, മൂസാക്ക വിനയത്തോടെ പറഞ്ഞു. പിന്നെന്താ, തീർച്ചയായും വരാം മൂസാക്ക, മീര പറഞ്ഞു. നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഞാൻ ഇപ്പോൾ വരാം, കാർത്തിക് പറഞ്ഞു. മീരയും മീനുവും പുറത്തേക്കിറങ്ങി കാർത്തിക്കിനെ വെയിറ്റ് ചെയ്ത് നിന്നു. അല്പസമയത്തിനുള്ളിൽ കാർത്തിക് ഒരു പൊതിയുമായി വന്നു. ദാ മീനു, ഇത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് കാർത്തിക് തൻ്റെ കയ്യിലുള്ള പൊതി മീനുവിന് നേരെ നീട്ടി. അയ്യോ, ഇതൊന്നും വേണ്ട, മീര പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, നമുക്ക് വാങ്ങി തന്നതല്ലേ എന്ന് പറഞ്ഞ് ആ പൊതി വാങ്ങിയതിന് ശേഷം താങ്ക് യു സർ എന്ന് കാർത്തിക്കിനോട് മീനു പറഞ്ഞു. മീര മീനുവിനെ തുറച്ചു നോക്കുന്നത് കണ്ട്, ചേച്ചി കണ്ണുറ്റുന്നുണ്ടല്ലോ മീനു, കാർത്തിക് പറഞ്ഞു. അത് ചുമ്മാ ഇട്ടാൽ മാത്രമേ അറിയൂ, ഒരു പാവമാണ് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് മീനു മീരയുടെ കവിളിൽ നുള്ളി. മീനു അത് പറഞ്ഞപ്പോഴേക്കും മീരയ്ക്ക് പുഞ്ചിരി വന്നു. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സാറേ, എന്നാ ഇനി ഞങ്ങൾ പോട്ടെ, ബായ്, മീനു പറഞ്ഞു. മീരയും കാർത്തിക്കിനോട് യാത്ര പറഞ്ഞു. മീനു വണ്ടി സ്റ്റാർട്ടാക്കി. മീര വണ്ടിയിൽ കയറുമ്പോൾ അവളുടെ മുടിയിൽ നിന്നും അടർന്ന ചെമ്പകപ്പൂ താഴെ വീണു. താഴെ വീണ ആ ചെമ്പകപ്പൂവെടുത്ത് കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് അവർ പോകുന്നതും നോക്കി കാർത്തിക് നിന്നു. നിന്റെ കിന്നാരം കുറച്ച് കൂടുന്നുണ്ട്, എന്തിനാ ആ സാറ് തന്ന പൊതി വാങ്ങാൻ പോയത്, മീര ചോദിച്ചു. അത് കുഴപ്പമൊന്നുമില്ല, സാറ് ഭയങ്കര നൈസല്ലേ, പിന്നെന്താ പ്രശ്നം, സാറുമാരായ ഇങ്ങനെ വേണം. ഒരു അരമണിക്കൂർ കാണുമ്പോഴേക്കും എന്താ പുകഴ്ത്തൽ. ഞാൻ ഇന്ന് ഇതുപോലെ പറഞ്ഞപ്പോൾ ജ്യോതിഷിയുടെ പ്രവചനങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇപ്പം അതൊന്നും എനിക്ക് ബാധകമില്ലേ. അന്ന് ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടാലോ എന്നാ നിന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ, മര്യാദയ്ക്കിരുന്ന് വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞ് മീര ചിരിച്ചു. ശരിക്കും സാറിന് എന്തൊരു ആകർഷണമില്ലേ ചേച്ചി, എത്ര പെട്ടെന്നാണ് നമ്മൾ അടുത്തത്. ചായക്കടയിൽ ആളുമായിട്ടൊക്കെ കണ്ടില്ലേ, ഇത്രയും നാളത്തെ പരിചയം പോലെ. അത് അയാളുടെ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്ത് വിനയത്തോടുള്ള സംസാരമാണ് അയാളുടേത്. ചേച്ചി എന്ന് സാറിനെ കണ്ടതിനെക്കുറിച്ച് ചോദിക്കാമായിരുന്നു. എന്തായാലും ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്. ആഹാ, അപ്പം ഇനിയും കാണുമെന്ന് നീ തീർച്ചയാക്കിയോ? പിന്നല്ലാതെ, എന്തായാലും സാറിന് ഇനിയും കാണും, തീർച്ച, മീനു ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞു. വണ്ടിയിലിരുന്ന് അവർ രണ്ടുപേരും കാർത്തികിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. അവരെ കാത്ത് മാധവി ഉമ്മറപ്പടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വീടെത്തിയതും മീനു വണ്ടി നിർത്തി. കാർത്തിക് കൊടുത്ത പൊതിയെടുത്ത് മാധവിയുടെ കയ്യിൽ കൊടുത്തിട്ട്, അമ്മേ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. മീര തൻ്റെ ഹാൻഡ് ബാഗ് കസേരയിൽ വെച്ച് വല്യമ്മയെ തന്നെ നോക്കി. മാധവി പൊതി തുറന്നു നോക്കിയതും, നല്ല മണം, എവിടെ നിന്നാ നിങ്ങൾ ഇതൊക്കെ വാങ്ങിയത്? അതൊക്കെയുണ്ട്, അമ്മ കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. മാധവി അതിൽ നിന്നും ഒരു പക്കാവട എടുത്ത് കഴിച്ചു. നന്നായിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇതിനെ വാങ്ങിത്തന്നതാണ്, മീനു പറഞ്ഞു. ആരാണ്, രഞ്ജിത്താണോ? മാധവി ചോദിച്ചു. ഹേ, രഞ്ജുവേട്ടനൊന്നല്ല, ഒരു കാർത്തിക് സാർ, മീരേച്ചിയുടെ ഫ്രണ്ടാ. മീരയുടെ സുഹൃത്ത് എന്തിനാ ഇതൊക്കെ വാങ്ങിത്തരുന്നത്? മാധവി ചോദിച്ചുകൊണ്ട് മീരയെ നോക്കി. അയ്യോ എൻ്റെ മീനു, നീ കാര്യങ്ങൾ വളച്ചു കിട്ടാതൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മീര മീനുവിനോട് പറഞ്ഞു. അമ്മേ, ചേച്ചി ലൈബ്രറിയിൽ വെച്ച് പരിചയപ്പെട്ടൊരു സാറാണ്, PKS കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറാ. ആൾക്ക് വളരെ അത്യാവശ്യമായി 2 ബുക്സ് വേണമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ കയ്യിലുണ്ടെന്ന് ലൈബ്രറിയും പറഞ്ഞറിഞ്ഞ് ചേച്ചിയുടെ ബുക്സ് ചോദിച്ചു. അങ്ങനെ പരിചയപ്പെട്ടതാ. ആ ബുക്സ് കൊടുത്തതിനുള്ള നന്ദിയായി അയാൾ ഞങ്ങൾക്കൊരു ട്രീറ്റ് തന്നു. ഒരു പഴയ ചായക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അമ്മേ, ഒരു രക്ഷയില്ല അവിടുത്തെ വൈബ്.
മീനു കാർത്തിക്കിനെ പറ്റി വിശദമായി തന്നെ അമ്മയോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ ആളുകളെ സൂക്ഷിക്കുക. എൻ്റെ മക്കളെക്കുറിച്ച് എനിക്കൊരു ഭയവും ഇല്ല. പക്ഷെ കാലം നല്ലതല്ല. ചതിക്കുഴികളുണ്ടെന്നും എപ്പോഴും മനസ്സിലാക്കുക. മാധവി അവരോടായി പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിക്കാൻ വല്യമ്മേ, മീനു ഭവ്യതയോടെ പറഞ്ഞു. മീനു വേഗം അമ്മയുടെ കയ്യിലെ പൊതിയിൽ നിന്നും ഒരു ഉണ്ടംപൊരി എടുത്ത് കഴിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഞാനും പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് മീരയും മീനുവിന് പിന്നാലെ പോയി. അകത്തു പോയി മേശപ്പുറത്ത് ബാഗ് വെച്ചതിനു ശേഷം കാർത്തിക് കൊടുത്ത തൻ്റെ പുസ്തകങ്ങൾ ബാഗിൽ നിന്നെടുത്ത് താഴെ വയ്ക്കുന്നതിനിടയിൽ മീര ഒരു പുസ്തകം എടുത്ത് വെറുതെ ഒന്ന് മറിച്ചു നോക്കി. മീര അത്ഭുതപ്പെട്ടുപോയി. പാടിക്കയറിയ തൻ്റെ ചെമ്പകപ്പൂക്കൾക്ക് പകരം പുതിയ ചെമ്പകത്തിൻ്റെ ഇതളുകൾ. മീര ധൃതിയിൽ മറിച്ചു നോക്കി. ഓരോ താളിലും ഓരോ ഇതളുകൾ വീതം വെച്ചിരിക്കുന്നു. മീര വേഗം വേറെ പുസ്തകവും എടുത്ത് ധൃതിയിൽ മറിച്ചു നോക്കി. ആ പുസ്തകത്തിനിടയിലും അതുപോലെ പുതിയ ചെമ്പകപ്പൂക്കൾ. വീണ്ടും വീണ്ടും മറിച്ചു നോക്കുന്നതിനിടയിൽ അവസാന പേജിൽ പെൻസിൽ കൊണ്ട് എഴുതിയ വരികൾ മീര വായിച്ചു. പുസ്തകം തന്നതിന് നന്ദി. ഓരോ താളിലും ഹൃദ്യമായ സുഗന്ധം ഒളിപ്പിച്ചു വെച്ചതിന് അതിലേറെ നന്ദി. സ്നേഹപൂർവ്വം കാർത്തിക്. വായിച്ചു കഴിഞ്ഞതും മീര ആ പുസ്തകങ്ങളെടുത്ത് തൻ്റെ മുഖത്തോടടുപ്പിച്ച് ഹൃദ്യമായ ആ ചെമ്പകപ്പൂക്കളുടെ മണം ആസ്വദിച്ചു. ഈരേ, മാധവിയുടെ വിളി കേട്ട് മീര പുസ്തകം മേശപ്പുറത്ത് വെച്ച് എന്താ വല്യമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വല്യമ്മയുടെ അടുത്തേക്ക് പോയി. രഞ്ജിത്ത് വന്നിട്ടുണ്ട്, മാധവി പറഞ്ഞു. വരാന്തയിലെ ചാരുപടിയിലിരിക്കുന്ന രഞ്ജിത്തിനെ കണ്ടതും ഹാ നീയോ, 2 ദിവസമായി വഴിക്കില്ലല്ലോ, എവിടെ പോയി? മീര ചോദിച്ചു. പ്രൊമോഷനെ കുറച്ച് പേപ്പർ വർക്കുകളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു. മിക്കവാറും ഇനി കുറച്ച് ദിവസത്തോടെ പോകേണ്ടി വരും, രഞ്ജിത്ത് പറഞ്ഞു. അയ്യോ, ലീവ് ഇത്രയും പെട്ടെന്ന് തീർന്നോ? മീര ചോദിച്ചു. പ്രൊമോഷൻ്റെ കാര്യമല്ലേ, പോയേ പറ്റൂ. പ്രൊമോഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ 3 മാസം കൂടുമ്പോൾ വരാം. പിന്നെ നിന്റെ ചെമ്പകത്തെ തരാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് വേഗം പോയി കാറിൻ്റെ ഡിക്കി തുറന്ന് തൈയെടുത്ത് മീരയ്ക്ക് കൊടുത്തു. വളരെയധികം സന്തോഷത്തോടെ മീര ആ ചെമ്പകത്തെ വാങ്ങിച്ചു. എന്നിട്ട് താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് മാധവിയെ നോക്കി. ഹോ, എന്താ അവളുടെ സന്തോഷം, ഇങ്ങനെ ഒരു പൂപ്രാന്തി, മാധവി പറഞ്ഞു. എവിടെ വെക്കേണ്ടത്? ഞാൻ തന്നെ വെച്ചു തരാം, രഞ്ജിത്ത് ചോദിച്ചു. വേണ്ട, ഞാൻ തന്നെ വെച്ചോളാം. എനിക്കിപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഇല്ലാട്ടോ. ആഹാ, ആളങ്ങ് ബുദ്ധിമതിയായല്ലോ. ഓ, സമ്മതിച്ചല്ലോ, എനിക്കത് മതി. എന്നാൽ ഞാൻ പോട്ടെ മീര, രാവിലെ 5 മണിക്ക് പോയതാ. ഒരു ചായ കുടിച്ചിട്ട് പോകാം മോനെ, മാധവി പറഞ്ഞു. ഹേ വേണ്ടപ്പച്ചി, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു. എന്നാൽ ശരി, പിന്നെ കാണാം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് പോയി. മീര ആ ചെമ്പകത്തെ വെക്കാനൊരു സ്ഥലം തിരിഞ്ഞ് തൊടിയിലേക്ക് പോയി. തൊടിയുടെ മൂലയിലായി ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ മീര അവിടെ ഒരു കുഴിയെടുത്ത് തൈ വെച്ചു. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. മീര വളരെ ഇഷ്ടത്തോടെ ആ ചെടിയുടെ ഇലകളിൽ തലോടി. ചീ, തൈ വെച്ചോ? അമ്മ പറഞ്ഞ രഞ്ജുവേട്ടൻ തൈ കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുടി തോർത്തിക്കൊണ്ട് മീന അവിടേക്ക് വന്നു. ആ ഇതാ വെച്ചു എന്ന് പറഞ്ഞ് മീര ആ ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ പൂവുണ്ടായി തുടങ്ങിയാൽ പിന്നെ എനിക്ക് സമാധാനമാവും. പിന്നെ എന്നെ വെറുതെ വിടുമല്ലോ അല്ലേ? ആ നോക്കാം. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചു വരുമ്പോഴേക്കും രാത്രിക്കുള്ള ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെക്കേ, മീര പറഞ്ഞു. ഓ, അടിയൻ്റെ ഉത്തരവ് പോലെ, മീനു തമാശ രൂപേണ പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോന്നു. രാത്രിയിൽ മീര ഒരുപാട് നേരം ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് തൻ്റെ മുടിയിഴകൾ കോതി മിനുക്കി. ഏറെ നേരം കഴിഞ്ഞപ്പോൾ പുസ്തകം എടുത്തു വെച്ച് ഉറങ്ങിക്കിടക്കുന്ന മീനുവിനെ പതിയെ മീര കെട്ടിപ്പിടിച്ചു കിടന്നു. മീര പതിയെ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. അന്നേ രാത്രിയിൽ കാർത്തിക്കിൻ്റെ മുറിയിൽ ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ കാർത്തിക് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. മീരയുടെ മുടിയിൽ നിന്നും അടർന്നു വീണു കിട്ടിയ ചെമ്പകം കാർത്തിക് തൻ്റെ പുസ്തകത്തിനിടയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. വളരെ നേരിയ സുഗന്ധം വായനയുടെ ഓരോ ഘട്ടത്തിലും കാർത്തിക് അനുഭവിച്ചു. സാധാരണ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കാർത്തിക് ഇന്ന് വായിച്ചിരിക്കുന്നു. രാത്രിയുടെ മധ്യയാമമായപ്പോൾ കാർത്തിക് പുസ്തകം എടുത്തു വെക്കാൻ തീരുമാനിച്ചു. പുസ്തകം അടച്ചു വെച്ച് ഫോൺ എടുത്ത് അലാറം വെച്ചതിനു ശേഷം ഗുളികടപ്പയിൽ നിന്നും 2 ഗുളികയെടുത്ത് കഴിച്ചതിനു ശേഷം കാർത്തിക് കട്ടിലിൽ വന്ന് കിടന്നു. കിടന്നതും കാർത്തിക്കിൻ്റെ കണ്ണുകളെ ഉറക്കം മാടി വിളിച്ചു. ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ കാർത്തിക് വേഗം ഉറങ്ങി. ഈ ഭാഗം നിങ്ങൾക്കിഷ്ടമായാൽ
തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.